2026 വർഷഫലം. പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് 11-ലായിരുന്നു വ്യാഴം നിന്നിരുന്ന രാശി. ആ രാശിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ജൂൺ മാസം 2026 ജൂൺ മാസത്തോടു കൂടി, അതായത് ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം നമുക്ക് 12-ലേക്കാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ 12-ലെ വ്യാഴം, അപ്പോൾ ഇത്രയും നാൾ നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ടാണ്, ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും നടന്നിരുന്നു. പക്ഷെ 12-ലേക്ക് വ്യാഴം വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ കർക്കിടക രാശിയിലാണ് നിൽക്കുന്നത്. പെട്ടെന്നൊരു തടസ്സങ്ങളൊക്കെ വരാനായിട്ട് ചെറിയ സാധ്യതയുണ്ട്. അപ്പോൾ 11-ൽ നിന്ന് പെട്ടെന്നൊരു തടസ്സമല്ല, എന്നാലും നമ്മൾ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാവം പെട്ടെന്ന് ഇന്ന് തരാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതില്ല, നാളേക്ക്, അങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ജൂൺ മാസം മുതൽ നമ്മുടെ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. പിന്നെ വാക്കുകളെ വളരെ സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ലഗ്നത്തിൽ തന്നെ കേതു ആണ് നിൽക്കുന്നത്. അതായത് ചന്ദ്രരാശിയായിട്ടുള്ള പൂര നക്ഷത്രത്തിൽ ചിങ്ങരാശിയിൽ തന്നെ കേതു ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക. പിന്നെ രോഗാവസ്ഥകൾ, അതായത് അഷ്ടമത്തിൽ ശനിയുണ്ട്, 7 രാഹു ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ രോഗങ്ങളെ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങളെയൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. എന്നാലും വിഷ്ണുവിനെ നന്നായിട്ട് ഭജിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കർമ്മത്തിൽ വരുന്ന തടസ്സം, അത് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ എന്ത് തടസ്സം വന്നാലും നമ്മൾ കർമ്മം കറക്റ്റ് ചെയ്ത് പോകണം. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ എന്നാണ് ഇത് പുതിയ ദിവസമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഈ ഒരു വർഷം അവർക്ക് ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോവുക, ദേവീ ക്ഷേത്രത്തിൽ പോവുക. ദേവി അഞ്ച് കേതു ഉള്ളത് കൊണ്ട് എപ്പോഴും ദേവിയെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾക്ക്, ഇതിപ്പോൾ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആരും വീട്ടിലിരിക്കുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് മുട്ടിറക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ഈ പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അവർ ഏറ്റവും നന്നായിട്ട് തന്നെ വ്യാഴനെയാണ് പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. അതെന്നും ഇന്ന നേരത്ത് കൃത്യനിഷ്ഠയായിട്ട് നിഷ്ഠയായിട്ട് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഉപാസന എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ എണീറ്റ സഹസ്രനാമം ചൊല്ലിയിട്ടേ നമ്മൾ വേറെ എന്തിനുള്ളൂ എന്നുള്ളൊരു തീരുമാനവുമാവുക. അല്ലെങ്കിൽ വേറെ ഏതാണെങ്കിലും, ഇപ്പോൾ എന്താണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക, ഏത് സ്വസ്ത്രമാണോ ചൊല്ലുന്നത് അത് കറക്റ്റായിട്ട് പോവാം. അപ്പോൾ പൂര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലതാണ്. കുട്ടികളാണെങ്കിലും ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതി അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ, ആദ്യം തടസ്സങ്ങൾ ഉണ്ടായിക്കോട്ടെ, 1-2 പ്രാവശ്യം നമ്മൾ അതിനു വേണ്ടി പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഫലമാണ് ഈ 2026 വരുന്നത്.